വെൽക്കം ബാക്ക് അഗൈൻ. വീണ്ടും നമ്മൾ പൂക്കുറ്റിയുടെ പൂക്കുത്തരങ്ങളുടെ രണ്ടാം ഭാഗമൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പൊ ദിയാസനയുണ്ട്, സജിനയുണ്ട്, പൂക്കുറ്റിയുണ്ട്, ഫിറോസ്. കാണോ എന്നൊരു കാര്യം ചോദിച്ചത് അതെന്റെ കയ്യിൽ ചെക്ക് ചെയ്യാൻ വാക്ക് മാത്രം പറഞ്ഞ കാര്യമില്ല. നമ്മുടെ സജന താത്ത അടുത്തത് വെല്ലുവിളി. അതും ദിയാസന പുതിയ കഥാപാത്രമൊക്കെ ഉണ്ട്. ദിയാസന ഞങ്ങളെ തന്നെ അറിയുമ്പോ തന്നെ മനസ്സിലായല്ലോ ഫിറോസിന് പെണ്ണുങ്ങളോടൊരു ഒരു ബഹുമാനോ പെണ്ണുങ്ങൾ യൂസ് കാരണം ഏതൊരു പെണ്ണിനെ കിട്ടിയാലും യൂസ് ചെയ്യുക കളയാ അത് വൈഫിനെ വെച്ച് പെൺപിള്ളേരോടെയാണ് ഇവന് ഇൻട്രസ്റ്റ് എന്നുള്ള രീതി. കാരണം പ്രത്യേകിച്ച് ഞങ്ങളെ തന്നെ അറിയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ഫിറോസിന് പെണ്ണുങ്ങളോടൊരു ബഹുമാനോ പെണ്ണുങ്ങൾ യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലുള്ള ചിന്ത. അങ്ങനെ പെണ്ണുങ്ങളൊക്കെ വന്ന് നിൽക്കില്ലേ എന്നെ യൂസ് ചെയ്യ് കളയെന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ വെച്ചുകൊണ്ടിരുന്നപ്പോഴും താരോത്സവം എന്ന് പറഞ്ഞു. നമസ്കാരം. ഞാനൊരു ആദ്യത്തെ വൈഫിന് വെച്ചോണ്ടിരുന്നപ്പോ അവൾ അറിഞ്ഞു. എന്നിട്ട് അവളെ വീണ്ടും ചെന്ന് കയറി കൊടുത്തിക്കാടെ കൂടെ. അതെങ്ങ് എന്തിനാണോ എന്തോ ഫിറോസ് കാക്ക് പറയാനുള്ള കേൾക്കാം. വേദനിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ പോകുമ്പോൾ വിജയിക്കണ്ട എന്റെ മോനിന് വിജയിച്ചിട്ട് എന്തിനാ വിജയിച്ചിട്ട് ക്ഷമിച്ചത്ര വീണ്ടും ചെന്ന് എന്നുള്ള കഥകളാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇത്താടെ കുറിച്ച്. അപ്പൊ ഇത്താ പറഞ്ഞ താരോത്സവത്തിൽ ആ ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു പെൺകുച്ചിനെ സ്നേഹിച്ചു ഒരു ആർട്ടിസ്റ്റ് ആരെയും ഞാൻ മനസ്സിലാത്തത്. കാരണം തികച്ചും അവരൊന്നും എന്നെ ദ്രോഹിച്ചിട്ടില്ല. അവരുടെ ആരുടെയും ഞാൻ പേര് വലിച്ചിരുന്നില്ല. കാരണം ഇവനങ്ങോട്ട് പോയിട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പുള്ളിക്കാരി എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പറഞ്ഞിട്ട് മോക്ക് ഇതുവരെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ട് വീണ്ടും മോളും ചെന്ന് കയറി കൊടുത്തു ഫിറോസിന്റെ കൂടെ. ഓ ആരെയും വലിച്ചിട്ടിട്ടില്ല. ഇപ്പൊ വന്നത് ദിയാസന, പിന്നെ പൂക്കുറ്റി. ഇതൊക്കെ ആരാണ് വലിച്ചിടാതെ വന്നതാണ്? ഗസ്റ്റ് റോൾ ആയിരിക്കും ഇല്ലേ ഇപ്പൊ? ഇത് വേണമെങ്കിൽ സജന ഒന്ന് ചോദിച്ചോ. അവിടെ ഉള്ള ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായി അവരുടെ അച്ഛനും അമ്മയും കൂടെ വിളിച്ച് ഇത്താനടുത്ത് വിളിച്ച് പറഞ്ഞു അതെ അവളെ മോക്ക് എൻ്റെ മോക്ക് നിന്റെ ഭർത്താവിനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. നീ അതെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എനിക്കത് പറ്റത്തില്ല. അവളെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ കിടന്നെങ്കിൽ മെഴുകുക തന്നെ. സ്കിപ്പ് ചെയ്യാം. ഇനി കൂടുതൽ മെഴുകൽ കേൾക്കണം വേണ്ടല്ലോ. കുറച്ച് സ്കിപ്പ് ചെയ്തോളാം. വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി ഈ റസൂലിന്റെ കളി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് അവനാണെന്നറിയാം. അതുകൊണ്ട് ഒരിക്കലും പുറത്തു വരത്തില്ല. ആ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് എഴുതുന്നത്? റസൂൽ പൂക്കുറ്റിനെ രക്ഷിക്കാൻ പൂക്കുറ്റി അണ്ണന്റെ കളികളാണ് കരിങ്കളികൾ. പൂക്കുറ്റി അണ്ണനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ജാതി പോകൃതരം കാണിച്ചിട്ട് പൂക്കുറ്റി അണ്ണന്റെ ഒരു വെല്ലുവിളി ഇതാണ് കിട്ടില്ല സംഭവം. ദിയാസനടുത്തുള്ള വെല്ലുവിളി. MDMA കച്ചവടം കൊണ്ടെന്ന് പറഞ്ഞ് ദിയാസനയുടെ അടുത്തൊരു പ്രശ്നമൊക്കെ ആയിട്ട് ആ കേസാണ്. നീ എത്ര പോസ്റ്റർ കൂടെ കൊണ്ടുവന്നാലും സബ്ജക്ട് മാറ്റണ്ട. തൊപ്പിയുടെയും ടീമിനും ശേഷം MDMAയുമായിട്ട് ആര് എന്നുള്ള ചർച്ചയ്ക്ക് മറുപടിയായി ദിയാസന അല്ലെങ്കിൽ സജന ആൻഡ് ടീം. അവള് വരാം, ചെക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. എന്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ഫൈനൽ റീൽസോ ഏതോ ഒരു പോസ്റ്റില് സജന നൂർ വേറെ എന്തോ വോയിസ് ക്ലിപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ ഞാൻ നിലവിൽ പരാതി കൊടുത്തതുപോലെ ഉണ്ടാക്കിയത് ഇറക്കും. അപ്പൊ ഞാൻ ഇപ്പം ഒരു ഏതോ എടെ നീയൊക്കെ MDMA അല്ലെങ്കിൽ കഞ്ചാവ് അലക്കിയ കൊട് നാട്ടുകാരെ അറിയിക്കാൻ പോണേ. എന്തിന് നീയൊക്കെ നാട്ടുകാരെ അറിയിക്കണോണ്ടല്ലേ ഞാനൊക്കെ വീണോ നിങ്ങൾ കിടന്ന് കുണയ്ക്കണത്. അടുത്ത പൂക്കുറ്റിയാണ് എൻ്റെ കിഡിലുമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. അത് കേട്ടോ. കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി അവിടെ കക്ഷിക്കാൻ പറ്റാത്തതിൽ മറിഞ്ഞു ഡോക്ടറെ അവിടേക്ക് വിളിച്ച് എത്ര കൂടുതൽ ആൻസൈറ്റി ആണെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എന്തൊക്കെ നേടിയെന്നൊക്കെ പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ എന്റെ പൂക്കുറ്റിക്ക? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അല്ല ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ? ഇതാണ് നിങ്ങൾ
നിങ്ങൾ ആരാണ് എന്റെ കുട്ടിക്ക പറയൂ. സംസാരിക്കേണ്ട പക്ഷേ നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങളൊരു സംഭവമാണ്. ഭാര്യനെ വിളിച്ചിട്ട് വേറൊരു വെടിപ്പിനെ ആ വെടിപ്പാണെങ്കിൽ കുറെ ഞാനാവില്ല ദിയക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്യില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തിൽ ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക ഒരു കാര്യം കഴിഞ്ഞ പ്രശ്നത്തിൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ്